സുഗമദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരികയാണെങ്കിൽ കെവിനെ വിളിക്കുന്ന സമയത്ത് കെവിൻ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. നന്ദൻ ഒരു അബദ്ധം പറ്റിയതാണെന്നും ഇത് മറ്റാരും അറിയരുതെന്നും ശാരിക കൈകാര്യം ചെയ്യണമെന്നും നന്ദനോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുമ്പോൾ ശാരികയ്ക്കാണെങ്കിൽ ആളി കത്തി കയറുകയാണ് ചെയ്യുന്നത്. അവളാണെങ്കിൽ അപ്പൊ തന്നെ ഫോൺ വെക്കുന്നു. കെവിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. പിന്നീട് ശാരിക വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് ഗിരിയും രാധികയും ദേവികയും നിൽക്കുന്നിടത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്റെ അച്ഛന് ശരിക്കും ഗിരിയേട്ടൻ പറഞ്ഞതുപോലെ ബൈക്കിൽ നിന്നും വീണതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ ശാരിക ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നത്, പറയേ വീണതാണോ അതോ ഡോക്ടർ പറഞ്ഞതുപോലെ ആരെങ്കിലും എന്റെ അച്ഛനെ തലയ്ക്ക് അടിച്ചതാണോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഗിരിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. ശാരിക, ഞാൻ പറഞ്ഞത് സത്യ, ഡോക്ടർ ഡോക്ടർ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതുപോലെ ബൈക്കിൽ നിന്ന് വീണതാണ്. എന്തിനാ ഗിരിയേട്ടാ ഇങ്ങനെ കള്ളം പറയും? എന്റെ അച്ഛനെ തലയ്ക്കടിച്ച് കൊല്ലാൻ നോക്കിയതാണ്. ഷാരി, നീ എന്തൊക്കെയാ പറയുന്നെന്ന് ദേവി ചോദിക്കുമ്പോ അതെ ചേച്ചി, ആരാണെന്നറിയണ്ടേ, ചേച്ചിയുടെ ഭർത്താവ് ആ നന്ദൻ, ചന്ദ്രോത്ത് നന്ദൻ. ഇത് കേട്ട് ദേവികയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. ഗിരിയേട്ടാ, സത്യങ്ങൾ ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചത് ഒട്ടും ശരിയായില്ലെന്ന് ശാരിക പറയുമ്പോ അങ്ങനെയല്ല, അത് നന്ദന് ഒരു കയ്യബദ്ധം പറ്റിയതാണ്. ഗിരിയേട്ടൻ എങ്ങനെയാ ഇങ്ങനെ രണ്ട് തോണിയിൽ കാലിടാൻ തോന്നുന്നത്? ഗിരിയേട്ടനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി, കാരണം സത്യത്തിന്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പോയി. ഇനി ഗിരിയേട്ടൻ ഒന്നും മിണ്ടിപ്പോകരുതെന്ന് പറയുമ്പോ ശാരി, നിർത്ത് ഗിരിയേട്ട, സ്വന്തം അളിയനെ രക്ഷിക്കാനായിട്ടാണോ ഞങ്ങളോട് കള്ളം പറഞ്ഞത്? ഞാൻ ഈ കേട്ടത് സത്യമാണോ? നന്ദുവാണോ എന്റെ അച്ഛനെ തലക്കടിച്ചത്? അത് ദേവിക, അത് അവൻ നിരപരാധിയാണെന്ന് ഗിരി വീണ്ടും വീണ്ടും പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ദേവിക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. അവൾ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നെ ഗിരി വീണ്ടും നന്ദനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് മിണ്ടാതിരിക്കുന്നതായിരിക്കും ഗിരിയേട്ടന് നല്ലത്. അവിടെ നിന്നൊരു നേഴ്സ് വരുന്നുണ്ട്, ബില്ലടിക്കാനായിട്ട് പറയുന്നു. ഗിരീഷ് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കെവിനോട് തന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്ദൻ. എങ്ങനെയെങ്കിലും ദേവികയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇപ്പൊ അടുത്ത പ്രശ്നം. അവളെങ്ങാനും അവളുടെ അച്ഛന് ഞാനാണ് തലയ്ക്ക് അടിച്ചതെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നോട് ക്ഷമിക്കില്ലടാ എന്നൊക്കെ പറയുമ്പോ നീ വിഷമിക്കാതെ ഇരിക്കേ, അയാൾക്കൊന്നും സംഭവിക്കില്ല. അല്ല, എന്നാലും നമ്മൾ എങ്ങനെയാ കാര്യങ്ങൾ അറിയുക? എടാ, എനിക്ക് ആ ഹോസ്പിറ്റലിൽ എന്നെ കാര്യങ്ങൾ അറിയിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. എന്നാ പിന്നെ നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ? അതൊന്നും വേണ്ട. അല്ല, നിനക്കാരാ അവിടെ കാര്യങ്ങൾ അറിയിക്കാനുള്ളത് എന്നിങ്ങനെ നന്ദൻ ചോദിക്കും. എടാ, അവിടുത്തെ നേഴ്സൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് പേടിക്കണ്ട. പിന്നെ ഞാൻ നിന്നെ വീട്ടിലേക്ക് അയക്കാം. വേണ്ട, വീട്ടിലേക്ക് അയക്കണ്ട. അച്ഛൻ എന്നെ കണ്ട എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, അതുകൊണ്ട് നീ എന്നെ വഴിയിൽ ഇറക്കി വിട്ടാൽ മതി. പിന്നെ നന്ദ, നീ ഒന്നും വിഷമിക്കാതിരിക്കട്ടോ എന്നൊക്കെ പറഞ്ഞ് കെവിനാണെങ്കിൽ സമാധാനിപ്പിക്കുകയാണ്. ആകെ വിഷമിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് ശാരികയാണെങ്കിൽ ദേവിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ പോവുകയാണ്. നീ ഇതെവിടേക്കാ പോകുന്നത്? ഞാനോ എന്റെ അച്ഛനെ തലക്കടിച്ച് കൊല്ലാൻ നോക്കിയില്ലേ, അവന്റെ തലക്കടിക്കാൻ വേണ്ടിയിട്ട് ഞാനും എന്റെ ഫ്രണ്ട്സും ഉണ്ട് ഇതേ ഹോസ്പിറ്റലിൽ. അവനെയും അഡ്മിറ്റ് ചെയ്യും, നോക്കിക്കോ. ചേച്ചിയുടെ ഭർത്താവൊക്കെ ആയിരിക്കും, പക്ഷേ ചന്ദ്രത്തിന്റെ പണവും പ്രതാപവും ഒന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് പകരത്തിന് പകരം ചോദിച്ചേ മതിയാകൂ. ശരി, നീ ഇത് എങ്ങോട്ടും എന്താ? ചേച്ചിക്ക് ചേച്ചിയുടെ ആദ്യത്തെ ഭർത്താവിനോട് സ്നേഹമുണ്ടോ? എങ്കിലേ ആ സ്നേഹം മനസ്സിൽ വെച്ചോ. കാരണം എന്റെ അച്ഛനാണ് അവിടെ കിടക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ കിടക്കുന്നത് നിന്റെ മാത്രം അച്ഛനല്ല, എന്റെയും കൂടി അച്ഛനാണ്. ഞാനാണ് മൂത്ത മകൾ. പിന്നെ അങ്ങേരോട് എനിക്കൊരു സ്നേഹം ഉണ്ടായിട്ടല്ല, എന്റെ അച്ഛനെ ഈ നിലയ്ക്ക് എത്തിച്ച അയാളോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങുകയാണ്. അങ്ങനെ ശാരിക്കാണെങ്കിൽ ആശ്വാസമാവുന്നുണ്ട്. പിന്നീട് സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയെ പ്രഭേ എന്ന് വിളിക്കുന്നുണ്ട്. എന്താ സിദ്ധു, എന്താ കാര്യം? അതെ, ദേവികയുടെ അച്ഛൻ മാധവൻ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അയാൾ ആരോ തല്ലാൻ നോക്കി, തല്ലി കൊല്ലാനായിട്ട് നോക്കി. ഒതുങ്ങി നടക്കുന്ന പാവം മനുഷ്യനായിരുന്നു, ആരാണാവോ അയാൾ ഇങ്ങനെ ചെയ്യാൻ നോക്കിയെന്ന് പറയുമ്പോൾ നന്ദന അങ്ങോട്ട് വരുന്നുണ്ട്. പ്രഭാവതിയാണെങ്കിൽ ഒന്ന് പാളിക്കൊണ്ട് നന്ദനെ നോക്കുന്നുണ്ട്. അതെ, നമുക്ക് അവിടെ വരെ ഒന്ന് ചെല്ലണം. നന്ദ, എന്തൊക്കെ പറഞ്ഞാലും നീയും ദേവി ഇപ്പൊ പിരിഞ്ഞിരിക്കുകയാണെങ്കിലും എല്ലാത്തിനും നീ അവിടെ വേണം. നീ മരുമകനാണ്. പിന്നെ നമ്മുടെ സാന്നിധ്യം എപ്പോഴും അവിടെ ഉണ്ടാവണം. ഒറ്റയ്ക്കല്ല എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ പ്രഭ പറയുന്നുണ്ട്, അതെ സിധു, ഇപ്പൊ പോണ്ട, ഇപ്പൊ അവിടെ തിരക്കായിരിക്കും, 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. നിങ്ങൾ എന്താ എല്ലാവരും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾ ആരും ഇല്ലെങ്കിലേ ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സിദ്ധാർത്ഥന്റെ മുന്നിൽ ദേവികയുടെ കാർ വന്ന് നിൽക്കുന്നുണ്ട്. മോളെന്താ ഇവിടെ? ഞങ്ങള് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കേട്ടോ, അങ്ങോട്ട് വരാൻ നിൽക്കുമായിരുന്നു. മോളെന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല? അല്ല, അച്ഛന്റെ മോനെവിടെ? ഇവിടെയുണ്ട്. എന്താ മോളെ, എന്താ കാര്യം? എനിക്ക് അയാളെ ഒന്ന് കാണണം. അങ്ങനെ ദേവികയാണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് നന്ദന്റെ അടുത്തേക്ക് പോവുകയാണ്. നന്ദനാണെങ്കിൽ ദേവിയെ കാണുമ്പോൾ തന്നെ ആകെ ഷോക്കാവുന്നു. ഒട്ടും ചിന്തിക്കാതെ ദേവികയാണെങ്കിൽ നന്ദന്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് തനിക്ക് എങ്ങനെയാണോ എന്റെ അച്ഛനെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയതെന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുന്നു. താനൊക്കെ ഒരു പുരുഷനാണോ? ആണത്തമുണ്ട് തനിക്ക്, തന്നെയൊക്കെ ശരിക്കും കൊന്നുകളയെ വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. എന്താ മോളെ, എന്താ കാര്യം? അപ്പൊ അച്ഛനൊന്നും അറിഞ്ഞില്ലേ? ഈ നിൽക്കുന്ന
അച്ഛന്റെ മോനാണ് എന്റെ അച്ഛനെ ആ ഗതിയിലാക്കിയത്. അവിടെ കിടക്കുന്നതിന് കാരണം ഈ നന്ദു ആണെന്ന് പറയുമ്പോ എന്താ എന്താ ഞാൻ ഈ കേൾക്കുന്നത്? നന്ദ കേട്ട സത്യമാണോ? അങ്ങനെ സിദ്ധാർത്ഥിനെ ഒന്നും ആലോചിക്കാതെ നന്ദനെ പിടിച്ച് തല്ലുന്നുണ്ട്. പ്രഭാവതി ആണെങ്കിൽ ഇടയ്ക്ക് കയറി നിൽക്കുകയാണ്. ദേ സിദ്ധു, എന്റെ മോനെ തല്ലരുത്. ഈ കാര്യത്തിൽ എന്റെ മോനെ തല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, അപ്പൊ താനും കൂടിയും അറിഞ്ഞുകൊണ്ടായിരുന്നല്ലേ കാര്യങ്ങൾ? അത് പിന്നെ നന്ദനൊരു കയ്യബദ്ധം പറ്റിയതാ, അല്ലാതെ മറ്റൊന്നുമില്ല. ഫയലെടുത്ത് മാറ്റി അത് കയ്യബദ്ധമാണെന്ന് ഇവൻ പറഞ്ഞു. അതുപോലൊരു കയ്യബദ്ധമാണോ പ്രഭേ എന്നിങ്ങനെ സിദ്ധാർത്ഥൻ ചോദിക്കുമ്പോ, ദേ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു, ഇതിൽ നന്ദൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, പെട്ടെന്നുണ്ടായ പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോ ദേവിക പറയുന്നുണ്ട്. അപ്പോ എന്റെ അച്ഛൻ അവിടെ മരിക്കാൻ കിടക്കുന്നതോ ബോധം പോലും വന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോ ദേവിക പറയുന്നത് കേക്ക്, നന്ദനെ തല്ലണ്ട എന്ന് പറ. അങ്ങനെ സിദ്ധാർത്ഥൻ പ്രഭയോട് മാറി നിൽക്കാനായിട്ട് പറയുന്നു. നന്ദനും പറയുന്നുണ്ട്, മാറി നിൽക്ക അമ്മേ, എന്നെ തല്ലിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ ദേവിയാണെങ്കിൽ വളരെ ദേഷ്യത്തോട് നിൽക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിളിഞ്ഞ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.